ഫാമിലീസ്, വെൽക്കം ബാക്ക്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ടാവും കേട്ടോ. നൂറിന് ബസ് കയറ്റി വിട്ട് വന്ന് റിസ്വാനെ ഉറക്കി. പിന്നെ മെയിൻ പരിപാടി കേട്ടോ അലക്കൽ കഴിഞ്ഞാൽ തന്നെ വല്ലാത്തൊരു സമാധാനം കേട്ടോ. നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് തുണിയൊന്നും ഉണങ്ങലില്ല. പിന്നെ എല്ലാം കൂടി ഇതാ അലക്കി കൊണ്ടുവന്നിട്ട് ദാർപ്പേൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. കെട്ടിയാൽ തന്നെ വലിയൊരു സമാധാനം കേട്ടോ. ഉള്ളിലെങ്കിൽ ആർത്തിയിടാന്ന് വെച്ചിട്ടാണ്. പിന്നെ ഇത്രയും സമയമായിട്ട് മഴയൊന്നും കാണാത്തതുകൊണ്ട് വേഗം വിറകൊക്കെ കുത്തി നുറുക്കി എല്ലാം അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വിറക് കുട്ടിക്കൊന്നും കാണിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിട്ടില്ല. റിസ്വാൻ നല്ല ഉറക്കാണ്. പിന്നെ ഓനെ എഴുന്നേൽക്കുന്ന മുമ്പ് പരിപാടി തീർക്കാന്ന് വെച്ചിട്ട് വേഗം കഴിഞ്ഞ്. പിന്നെ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആയി ഇതുവരെ മഴ കണ്ടിട്ടില്ല. പിന്നെ വേഗത മിറ്റൊക്കെ അടിച്ച് വരുന്നുണ്ട്. ഓ നല്ല വെയിൽ. എന്നെ കണ്ടപാടെ വന്നിട്ട് ഓടിയേട്ടാ. ഞാൻ ചിലപ്പോൾ തുണിയാട്ട് ആർത്തിയിട്ടല്ലോ എന്ന് വെച്ചിട്ട് പേടിച്ചിട്ടായിരിക്കും. അല്ല ഭൂമി കുലുക്കും വന്നതൊന്നും പേടിച്ചേക്കല്ല. നമ്മൾ റിസ്വാനൊന്നും ഏട്ടാ, അതുകൊണ്ട് ക്യാമറ ഒന്ന് ഷേക്ക് ആയതേ ഉള്ളൂ. പിന്നെ ഏകദേശം ഇപ്പോൾ ഒരു മണിയൊക്കെ ആറായിട്ടുണ്ട് കേട്ടോ. മൂസർ ഇത്രയും സമയം നല്ല ഉറക്കായിരുന്നു, മഴയൊക്കെ അല്ലേ. പിന്നെ ചോറും കറിയും എല്ലാം ആ സമയം കൊണ്ട് വെച്ച് നമുക്ക് ചെമ്മീനിൽ പണ്ടേ കൂടുത്തുറപ്പിച്ചതുകൊണ്ട് എന്നും ചെമ്മീനാട്ടാ. ജസ്റ്റ് ഒന്ന് വരട്ടിയതുപോലെ ആക്കിയിട്ട് കഴിച്ചു. ഞാൻ റിസ്വാനല്ലേ, നമുക്കൊക്കെ അത് തന്നെ മതി കേട്ടോ. അങ്ങനെ ഒന്നും വിചാരിച്ചില്ല. തുണിയൊക്കെ എടുത്ത് മുറ്റത്ത് നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെയിലങ്ങനെ പേടിച്ചോടിയെന്താ അല്ലേ. വൈകുന്നേരം ഇക്ക വരുമ്പോഴത്തേക്ക് കൊണ്ടുവന്നു മീനാട്ടാ നത്തല്. പിന്നെ വേഗം അതൊക്കെ മുറിച്ച് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ മിക്സാക്കി വെച്ച് പിന്നെ ആവശ്യമുള്ള ഉള്ളിയൊക്കെ മുറിച്ചെടുക്കുന്നത് കേട്ടോ. നമുക്ക് പണ്ടേ അങ്ങനെ മുറിക്കാൻ അറിയാത്തതുകൊണ്ട് നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ മുറിക്കുന്നത്. എല്ലാവരും ചോദിക്കല്ലേ കൈയൊന്നും മുറിയൂല എന്നില്ല, പക്ഷേ എനിക്ക് ഇങ്ങനെ മുറിച്ചിട്ടേ ശീലമുള്ളൂ. അങ്ങനെ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അടുപ്പിച്ച് വെച്ചാൽ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ട ആവശ്യം വരില്ല. അതുകൊണ്ട് തന്നെ നാളെ കറി വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ അടുപ്പിച്ച് വെച്ചിന് കേട്ടോ. പിന്നെ പണ്ടേ എനിക്ക് ഇത് ശീലമായതുകൊണ്ട് തന്നെ ഒന്നും അറിയില്ല. പിന്നെ അടുപ്പ് കത്തിച്ച് ഇതോ നമ്മൾ വെളിച്ചെണ്ണ മൊത്തം കട്ടയായിരിക്കുന്നു ഗായ്സ്. പിന്നെ എന്താ പാത്രം വെച്ച് വെളിച്ചെണ്ണ തീരെ കാണുന്നില്ല അല്ലേ. വെളിച്ചെണ്ണ അത്രയും മതി. ഈ വെളിച്ചെണ്ണ പൈസക്ക് പാട് വെച്ചിരുന്നത് കെട്ടിയോൻ ഓടിച്ചിട്ട് തല്ലും. പിന്നെ നമ്മൾ ഉലുവ പൊട്ടിച്ച് ഉള്ളി പച്ചമുളക് എല്ലാം കൂടി ഇട്ട് ഇതാ വയറ്റിയിട്ടായിരുന്നു. ഇങ്ങനെയായിട്ട് നമ്മൾ മെയിൻ തരം തക്കാളി ഇട്ടിട്ടുണ്ട്. പിന്നെ കടുകുവര കുറച്ച് സമയം പൊത്തി വെക്കാം. പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി എല്ലാ തരങ്ങളും അതിലിട്ടുക. പിന്നെ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുളിയാട്ടാ. പിന്നെ കുരുള്ളത് കൊണ്ട് തന്നെ സൂക്ഷിച്ച് വേണം ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് വരച്ച് ഒഴിച്ച് നമ്മൾ മീനിട്ട് മീനിങ്ങനെ അവിടെ നിന്ന് തിളക്കട്ട് ഒന്ന് വറ്റിച്ച് വെക്കുന്ന പോലെ വെച്ചാൽ മതി. തീരെ വെള്ളമില്ല അല്ലേ, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടാകും. പിന്നെ അടുത്ത പരിപാടി നമ്മൾ അപ്പാക്കൽ ഒന്ന് ഉറട്ടിയാക്കാൻ വേണ്ടിയിട്ടാ. ഞാൻ നാസിൻ്റെ പൊടി എപ്പോഴും മേടിക്കൽ. ഇത് പച്ചവെള്ളത്തിൽ കുഴച്ചാലും നല്ല രസമാണ്. ഇമോഷണൽ ആയിട്ടാ, എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമ്മുടെ കറി ഇതാ വെറ്റി വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഇനി പറ്റിക്കണ്ട. പിന്നെ അതെടുത്ത് വെച്ച് പിന്നെ വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര പൈസ ആയതുകൊണ്ട് വെളിച്ചെണ്ണ കവർ വരെ നമ്മൾ ബാക്കിയാക്കൂല. അരി കൂടി നമ്മൾ മുതലാക്കും. നൈസ് ഒറോട്ടി ഇതാ പരത്തി എടുത്തിരിക്കുന്നത്. ഇത് അടുപ്പത്ത് വെക്കാം, ചുട്ടെടുക്കാം. 1 2 3 അങ്ങനെ കണക്കൊന്നുമില്ല ഏട്ടാ. ഇടയ്ക്ക് നമ്മൾ മുളൊന്ന് അടിച്ചു പറ്റി കൊണ്ടുപോയിരുന്നല്ലോ. പിന്നെ തേങ്ങാപ്പാൽ അരച്ച് ഒഴിക്കുന്നു. അവിടെ പേർക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാട്ടോ എല്ലാവരും കഴിക്കൽ. നല്ല രസമല്ലേ. പിന്നെ ഇതാ നമ്മൾ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. 1 2 3 കണക്കൊന്നുമില്ല ഏട്ടാ. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് രണ്ടെണ്ണം ഉള്ളൂ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ 3 ആകാം, 3 4 ആകാം. അങ്ങനെ കണക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ പിന്നെ ഭക്ഷണത്തിന് അത്രയും പിശുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ലോണം കഴിക്കും. എന്നാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ.